ഒരു ബിരിയാണി ഇത് കഴിച്ചു കഴിഞ്ഞാലേ എനിക്ക് ഉറപ്പാണ് എന്നെപ്പോലെ നിങ്ങളും ഇതിൻ്റെ ഫാനാകും. അതിനായി ഒരു കപ്പ് യോഗട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സവോള ഫ്രൈ ചെയ്തതും കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചോപ്പ് ചെയ്തതും 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഇനി ഇതിലേക്ക് നമ്മുടെ പനീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് ഒരു പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ ജീരകവും വറുത്ത് വെച്ച സവോളയും ചേർത്ത് ഇളക്കി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പനീരും ചേർത്ത് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. കുക്കായി വരുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസും ചേർത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒണിയനും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റി പനീർ ബിരിയാണി റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.